നമസ്കാരം. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏത് മുന്നണിയാണ് അധികാരത്തിൽ വരിക എന്നുള്ള തീരുമാനമറിയുന്നതിന് വേണ്ടി ഇനി 10 ദിവസങ്ങൾ കൂടി ഉണ്ട്. ഈ സമയത്ത് നിങ്ങളുമായി ചെറിയ ഒരു വിശകലനം, തെരഞ്ഞെടുപ്പുമായുള്ള ചെറിയ ഒരു വിശകലനം ഇവിടെ നടത്തുകയാണ്. ഏത് മുന്നണിയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിശകലനമാണ് നടത്തുന്നത്. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് 68 സീറ്റുകളിൽ UDFൻ്റെ MLAമാർ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ 68 സീറ്റിൽ നമുക്ക് ചർച്ചകളില്ല. ബാക്കി വരുന്ന 72 സീറ്റുകളിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ ജില്ലയിലും ഉറച്ച സീറ്റുകൾ എത്തണം, അതുപോലെ തന്നെ സാധ്യതകൾ എത്ര സീറ്റുകൾ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റുകൾ എന്തായാലും ഉറച്ച സീറ്റുകളുണ്ട്. 2 സീറ്റുകളിൽ കാസർഗോഡ് നിന്ന് UDFൻ്റെ MLAമാർ ഉണ്ടാകും, അതിൽ ചർച്ചയില്ല. അതുപോലെ തന്നെ തൃക്കരിപ്പൂര്, ഉദുമ, ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അവിടെ UDFൻ്റെ MLAമാർ ഉണ്ടാവാനാണ് സാധ്യത. UDFൻ്റെ മേൽക്കോയ്മയാണ് അവസാന സമയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF ജയിച്ചു കയറും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കണ്ണൂർ ജില്ലയിൽ 3 സീറ്റുകൾ ഉറച്ച സീറ്റുകളുണ്ട്. 3 സീറ്റ് കഴിഞ്ഞ് 2 സീറ്റുകളിൽ അഴീക്കോട്, കൂത്തുപറമ്പ്, ഈ 2 സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. UDFൻ്റെ MLAമാർ ഇവിടെയും ജയിച്ചു കയറാനാണ് സാധ്യത. കണ്ണൂർ ജില്ലയിൽ നിന്ന് 3 സീറ്റുകൾ ഉറച്ച സീറ്റും സാധ്യതകളിൽ 2 സീറ്റും. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് 6 സീറ്റുകളിൽ ഉറച്ച സീറ്റുകൾ UDFൻ്റെ MLAമാർ ഉണ്ടാവും. പേരാമ്പ്ര, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, ഈ 3 സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 സീറ്റുകളിൽ 2 സീറ്റിൽ എന്തായാലും UDFന് മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ട്. 6 സീറ്റുകളിൽ UDF ഉറച്ച സീറ്റുകളുണ്ട്. UDFൻ്റെ MLAമാർ ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. 2-3 ശക്തമായ മത്സരം നടന്ന 3 സീറ്റിൽ 2 സീറ്റ് എന്തായാലും UDF പിടിച്ചെടുക്കും എന്നുള്ളതിൽ തർക്കമില്ല. വയനാട് ജില്ലയിൽ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 3 സീറ്റാണുള്ളത്. ആ 3 സീറ്റിൽ 3 സീറ്റും UDFൻ്റെ MLAമാരാണ് ഉണ്ടാവാൻ. അത് ഉറപ്പുള്ള കാര്യമാണ്, അതിൽ നമുക്ക് ചർച്ചയില്ല. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ മൊത്തം 16 സീറ്റുകളിൽ 14 സീറ്റുകളിൽ UDFൻ്റെ MLAമാർ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. തവന്നൂര്, പൊന്നാനി, ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. തവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ ഇറക്കിയ തുരുപ്പുചീട്ട് എന്ന് പറയുന്നത് VS ജോയി, യുവജനങ്ങളുടെ പ്രതീകമായിട്ടുള്ള VS ജോയിയാണ് അവിടെ മത്സരിക്കുന്ന UDFൻ്റെ പ്രതിനിധിയായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം നടക്കുകയും VS ജോയി ജയിക്കാനാണ് സാധ്യത. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഉറച്ച കോട്ടയൊന്നുമല്ല. കാലാകാലങ്ങളിൽ ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്, UDFും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. UDFനാണ് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം സാധ്യത. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3 സീറ്റുകൾ എന്തായാലും ഉറച്ച സീറ്റുകൾ UDFന് ഉണ്ട്. 3 സീറ്റിൽ നിന്ന് MLAമാർ, UDFൻ്റെ MLAമാർ ഉണ്ടാവും. ചിറ്റൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ചിറ്റൂർ UDFൻ്റെ MLA ഉണ്ടാവാനാണ് സാധ്യത. തൃശ്ശൂർ ജില്ലയിൽ 3 സീറ്റുകളിൽ എന്തായാലും ഉറച്ച സീറ്റുകളാണ്.
3 സീറ്റുകളിൽ നിന്ന് UDFൻ്റെ MLAമാർ ഉണ്ടാവും. അവിടെ നമുക്ക് ചർച്ചയില്ല. ആ 3 സീറ്റുകൾ എന്തായാലും UDFൻ്റെ കുറച്ച സീറ്റുകളാണ്. ബാക്കി 4 സീറ്റുകൾ അവിടെ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. വടക്കഞ്ചേരി, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ. ഈ 4 സീറ്റുകളിൽ 3 സീറ്റിൽ എന്തായാലും UDFൻ്റെ MLAമാർ ജയിച്ചു കയറാനാണ്, നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കയറാനാണ് സാധ്യത. തൃശ്ശൂർ ജില്ലയിൽ 3 സീറ്റുകളിൽ ഉറച്ച 3 സീറ്റുകളും 3 സീറ്റുകളിൽ സാധ്യതയും ഉണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ 12 സീറ്റുകൾ UDFന് ഉറച്ച സീറ്റുകളാണ്. 12 സീറ്റുകളിൽ നിന്ന് UDFൻ്റെ MLAമാർ എന്ത് തന്നെയാണെങ്കിലും UDFൻ്റെ MLAമാരുണ്ടാവും. കളമശ്ശേരി, വൈപ്പിൻ ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അവിടെ UDFൻ്റെ MLAമാർ ഉണ്ടാവാനാണ് സാധ്യത. എന്താണെങ്കിലും അവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്തായാലും UDFൻ്റെ MLA ഉണ്ടാവും, അതിൽ തർക്കമില്ല. 12 സീറ്റുകൾ എറണാകുളത്ത് ഉറച്ചതും സാധ്യതകളുടെ കൂട്ടത്തിൽ ഒരു സീറ്റും. ഇടുക്കി ജില്ലയിൽ 2 സീറ്റുകൾ UDFൻ്റെ MLAമാരുണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. 3 സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്ന 3 സീറ്റുകളാണ് ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്. ഈ 3 സീറ്റുകളിൽ എന്തായാലും 2 സീറ്റിൽ UDFൻ്റെ MLAമാർക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിൽ 2 സീറ്റ് ഉറച്ച സീറ്റും 2 സീറ്റുകൾ സാധ്യതകളുമാണ്. 3 സീറ്റിലാണ് അവിടെ ശക്തമായ മത്സരം നടന്നിട്ടുള്ളത്. അതിൽ 2 സീറ്റിൽ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ 5 സീറ്റുകൾ ഉറച്ച സീറ്റുകൾ UDFൻ്റെ ഉറച്ച സീറ്റുകളുണ്ട്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ UDFൻ്റെ MLAമാർ ഉണ്ടാവാനാണ് സാധ്യത. മൊത്തം 5 സീറ്റ് ഉറച്ച സീറ്റുകളും 2 സാധ്യതകളും ആണ് പറയുന്നത്. എന്നിരുന്നാലും കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു സീറ്റിൽ എന്തായാലും 5 സീറ്റ് കൂടാതെ ഒരു സീറ്റിൽ എന്തായാലും UDFൻ്റെ MLA ഉണ്ടാവും. ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ 3 സീറ്റുകളാണ് UDFന് ഉറച്ച സീറ്റുകൾ. അരൂര്, അമ്പലപ്പുഴ ഈ 2 സീറ്റുകളിൽ ടൈറ്റ് മത്സരം നടന്നിട്ടുണ്ട്. കുറച്ച് അധികം ശക്തമായ മത്സരം നടന്ന നിയോജക മണ്ഡലമാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലം. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉറച്ച 3 നിയോജക മണ്ഡലങ്ങളും ശക്തമായ മത്സരം നടന്ന 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് 2 നിയോജക മണ്ഡലങ്ങളിൽ കൂടി MLAമാർ UDFന് ഉണ്ടാവാനാണ് സാധ്യത. പത്തനംതിട്ട ജില്ലയിൽ 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിൽ ചർച്ചയില്ല, UDFൻ്റെ MLAമാരാണ് ഉണ്ടാവുക. കോന്നി, അടൂർ ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അവിടുന്ന് UDFൻ്റെ MLAമാർ ജയിച്ചു വരാനാണ് സാധ്യത. കൊല്ലം ജില്ലയിൽ 5 സീറ്റുകൾ UDFന് ഉറച്ച സീറ്റുകളാണ്. പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം ഈ 3 സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അതിൽ പത്തനാപുരം എന്തായാലും UDFൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊട്ടാരക്കരയിലും ചടയമംഗലത്തും അടിയൊഴുക്കുകളൊന്നുമില്ലെങ്കിൽ UDFൻ്റെ കൂടെ തന്നെ വരാനാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ 4 സീറ്റുകൾ UDFൻ്റെ കൂടെ ഉണ്ടാവും. വട്ടിയൂർക്കാവ്, വാമനപുരം ഈ 2 സീറ്റുകളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അവിടെയും UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറാനാണ് സാധ്യത. എന്തായാലും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് എന്ത് തന്നെയാണെങ്കിലും UDFൻ്റെ കൂടെയുണ്ട്. ബാക്കി വരുന്ന 72 സീറ്റുകളിൽ ഏതാനും സീറ്റുകളിൽ ചെറിയ മാർജിനിൽ UDF ജയിച്ചു കയറാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 80 സീറ്റ് UDFന് ലഭിക്കും, 60 സീറ്റ് ഇടതുപക്ഷത്തിനും. NDAക്ക് ഒറ്റ സീറ്റിലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. നന്ദി, നമസ്കാരം.